ഹലോ, എല്ലാവർക്കും ശ്രേയാസ്വയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ എക്സാമാണ് GK-യുടെ. അതുകൊണ്ട് പുറകെ കാണുന്നതാണ് സ്കൂള്. അപ്പം ഇന്ന് GK വിഷയമാണ്. അപ്പോൾ ഇത് കളർ ഡ്രസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സ് പറഞ്ഞതാണ് യൂണിഫോമാണ് ഇടേണ്ടത്. പക്ഷേ അത് അലോഡല്ല. എന്നാലും ഇത് ഇട്ടെന്നേ ഉള്ളൂ. ഇത് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നത് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഫസ്റ്റ് മിസ് പറഞ്ഞു യൂണിഫോം എന്നാ, പക്ഷെ എനിക്ക് അത് പറ്റത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ മിസ് പറഞ്ഞു എന്നാൽ പിന്നെ കളർ ഡ്രസ്സ് വരെ ഇട്ടുകൊണ്ട് വന്നാൽ മതി, പറ്റുന്നതാണെങ്കിൽ ഇത് ഇട്ടുകൊണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇതുകൊണ്ട് ഇത് ഇട്ടുകൊണ്ട് വന്നത്, വെൽവെറ്റിൻ്റെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കംഫോർട്ട് ആയതുകൊണ്ട് അമ്മ എനിക്ക് ഇട്ട് തന്നതാണിത്. പിന്നെ ഇത് ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് ഇവിടെ വെച്ചാണ്, എൻ്റെ മെഡിക്കൽ റൂമിലാണ്, ഇവിടെ വെച്ചാണ്. അല്ലാണ്ട് ക്ലാസ്സിലോട്ട് കയറുന്നില്ല. കാരണം ക്ലാസ്സിലോട്ട് കയറിയ മിസ്സ് 8-നാണ് അവരുടെ എക്സാം തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 1 മണിക്കാണ് തുടങ്ങിയിട്ട് പിന്നെ 3 മണിക്കാണ് അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർ തട്ടുമുട്ടും ആയതുകൊണ്ട് എൻ്റെ ഇവിടെ വേദന എടുക്കുമെന്ന് മിസ്സും ആലോചിച്ച് അങ്ങനെ മിസ്സ് പറഞ്ഞു മെഡിക്കൽ റൂമിൽ വെച്ച് അങ്ങ് എക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. 2 മാസം മുന്നേ ഇത് കൈയായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇത് കൈയായി. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അപ്പം ഞാൻ കയറിയിട്ട് എക്സാം എല്ലാം എഴുതട്ടെ. ബൈ. നാഷണൽ ആനിമൽ ടൈഗർ, നാഷണൽ ബേർഡ് പീക്കോക്ക്, നാഷണൽ ഫ്ലവർ. പീക്കോക്ക് എന്നുള്ളതാണ്. നാഷണൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാംഗോ. ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. നാഷണൽ ഫ്രൂട്ട് അല്ലേ ഇത്? നാഷണൽ ട്രീ, നാഷണൽ ഫ്രൂട്ട്, ഇത് പ്ലാൻ. അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോളമേ കഴിച്ചു. പിടിക്കാനായിട്ട് ആക്ഷൻ മതി. അപ്പോൾ ഈ എക്സാം എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി കിടുക്കാച്ച എക്സാം ആയിരുന്നു. പിന്നെയാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറേ ടീച്ചർമാർ വന്ന് ഒച്ചോടാ ഇങ്ങനെയാണോ നന്നേ, അങ്ങനെയാണോ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു മടങ്ങിയ വിഷമത്തോടെയായിരുന്നു. അയ്യോ അവൾക്ക് അങ്ങനെ പറ്റില്ലെന്നൊക്കെ എടുത്തിട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ക്ലാസ് ടീച്ചർ വന്ന് ആണോ മിസ് നേരത്തെ അറിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ, പിന്നെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ടീച്ചർമാർസ് വന്നു. ഞങ്ങളുടെ ക്ലാസ് പഠിപ്പിക്കുന്ന കുറേ ടീച്ചർമാർസ് വന്നു. ചില ടീച്ചർമാർസ്
എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അവര് കണ്ടില്ല രീതിയിൽ പോയി. പിന്നെ ആണെങ്കിലും എൻ്റെ എക്സാം ഒക്കെ നല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ലതായിരുന്നു. GK-യുടെ ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആയിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇതാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ അന്ന് പിറ്റേ ദിവസം എത്ര തല കുത്തിയിരുന്ന് പഠിച്ചാലും മല്ലെന്ന് പഠിച്ചാലും എനിക്കെല്ലാം തലയിൽ കയറുമല്ലോ. നമ്മളെ സാധാരണ തലയിൽ കയറും. ചില പിള്ളേർ പഠിച്ചു ഞാനെല്ലാം പഠിച്ചു കിടുക്കാച്ചിട്ട് എഴുതിയിട്ട് പോകും. എനിക്കങ്ങനെ തന്നെ, എൻ്റെ തലയെല്ലാം കയറും. പക്ഷേ വേറെ സീനുണ്ട്. എക്സാം ഉണ്ട്, ടെൻഷൻ വന്ന് അപ്പോഴേക്ക് അമ്മ വെച്ചാൽ അത് മോനെ അത് വിടണം, അങ്ങനെ ഒന്നും വരത്തില്ല, ഇതൊക്കെ എല്ലാം ശരിയാവും. നാളെ ഞാൻ പറയാം അമ്മ എനിക്ക് ടെൻഷൻ വരുന്നതുകൊണ്ടാ. പിന്നെ ഏത് എക്സാം വന്നാലും ഏത് TP വന്നാലും ടെൻഷനാണ്. ഒരു ദിവസം എന്താ വെച്ചാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. TPക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ടെൻഷനാണ്. സാധാരണ ചില പിള്ളേർ അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. ചില പിള്ളേർക്ക് അങ്ങനെ പേടി, എന്തെങ്കിലും വരുമോ, അങ്ങനെ തെറ്റ് വരുമോ, ഇങ്ങനെ തെറ്റ് വരുമോ, അതാണ്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. ഒന്നും കഴിച്ചില്ല പ്രത്യേകിച്ച്. അപ്പോൾ വരച്ചിട്ട് വെള്ളം കുടിച്ചു. പിന്നെ ആണെങ്കിൽ നമ്മുടെ കപ്പക്കൊള്ളിന് സാധനമുണ്ട്, അതിനെ ഞാൻ അങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെ നീണ്ടിരിക്കും. അതും കഴിച്ചപ്പോൾ 3 കഴിച്ചുള്ളൂ, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് ബെസ്റ്റ് ബേക്കറി കയറി ഒരു കുഞ്ഞ് കേക്കും കൂടെ കഴിച്ചു. നല്ല ഭദ്രമുള്ളതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടു കാണും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. എൻ്റെ പൊന്നു ഭഗവാനെ, ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണിച്ചതന്നേ ഉള്ളൂ. പക്ഷേ ഫുള്ള് വെഞ്ചായിരുന്നു, ഒരു മധുരം പോലും അവർ അതിൻ്റെ അകത്ത് ഇട്ടില്ല. തൊട്ടും ഇഷ്ടമില്ല. പിന്നെ കസ്കച്ച് വെച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പം അതും കഴിച്ചു. പിന്നെ അവിടുന്ന് ഒരു ജെല്ലിയും കൂടെ വാങ്ങി. നല്ല, ഞാൻ കഴിച്ചില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, എന്താ അറിയത്തില്ല. വീഡിയോയിലെല്ലാം കണ്ടപ്പോഴേ അത് ഞാൻ അന്ന് കണ്ടപ്പോഴേ ഒന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരണം. കാര്യം ഇന്ന് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ രാത്രി കിടന്ന് ചുമയായിരിക്കും. അപ്പം അമ്മയ്ക്ക് രാവിലെ ഒന്ന് കിടക്കാൻ കൂടി പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മേനെ 5 മിനിറ്റത്തേക്കൊന്ന് എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ 10 മിനിറ്റ് കൂടെ കൂട്ടി അമ്മേനെ നിന്ന് പറയും, നീ എന്ന് കിടത്തിയില്ല, അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇത് ഊരാൻ വേണ്ടിയിട്ട് നമ്മൾ മധുരം മാത്രം ഇത് ഒറ്റ വേണേ കഴിച്ചുള്ളൂ. ഇത് കഴിക്കാൻ തോന്നുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് അത് ഇങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് കഴിക്കണം. അത് ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ, അച്ഛനും എനിക്ക്, എൻ്റെ അച്ഛനും എനിക്കുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും സാധനം കിട്ടിയുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിങ്ങനെ ഇരിക്കണം. എപ്പോൾ നമ്മൾ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പം മൊബൈലായാലും എന്തെങ്കിലും ആയാലും അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ഞാൻ അച്ഛനങ്ങനെയാണ്. അങ്ങനെ തകരാറ് പണിഞ്ഞ് ഒരു വരിയാകുമ്പോഴേക്ക് അത് പൊട്ടിപ്പോകും. അപ്പം അയ്യോ ഇത് പൊട്ടിപ്പോയി, നിങ്ങളാണ് മനുഷ്യ ഇത് പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മടുക്കുറേ. അങ്ങനെ അമ്മ പിന്നെ ഉഴപ്പില്ലാണ്ട് പിന്നെ ഡയറക്റ്റൊക്കെ ചെയ്ത ആൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഇപ്പം ജെല്ല് കഴിച്ചെന്ന് പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഇത് എക്സാം വരുമ്പോൾ ഞാൻ എല്ലാ പിള്ളേരുടെയും മനസ്സിലുള്ള ഇത് ആരാടാവോ ഇത് എക്സാം കണ്ടത് ചവന്മാരെല്ലാവരും ഞാൻ ഇന്ന് തന്നെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ചില പിള്ളേരൊക്കെ ചില പിള്ളേർ കുഞ്ഞാകുമ്പോൾ അങ്ങനെയൊക്കെ പറയും. നമുക്ക് എക്സാമിനോട് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷേ നമുക്ക് പിള്ളേർക്ക് അറിയത്തില്ല എക്സാമാണ് നല്ലതെന്ന്. അപ്പോൾ പറയുന്ന ആളെങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ? പറയുന്നപ്പോൾ എങ്ങനെ ഇങ്ങനെ. എൻ്റെ പൊന്നടാവേ, നിങ്ങൾക്ക് പിന്നെയും പോട്ടെ വെക്കാം. വീഡിയോസൊക്കെ കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നേരത്തെ എക്സാം, ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണല്ലോ എക്സാം. അപ്പോൾ അതുകൊണ്ട് പിന്നെയും നിങ്ങൾക്ക് പോവാം. പിന്നെ വിഷമമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലും മുന്നിലും ഫസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ഞങ്ങളെക്കാളും ഫസ്റ്റ്, അപ്പം ഞങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ചില ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എക്സാം ഒന്നും കാണത്തില്ല. കാരണം അവരെല്ലാം കഴിഞ്ഞ് കോളേജെല്ലാം കഴിഞ്ഞിപ്പോൾ വീട്ടിലിരിക്കുന്ന ടൈമായിരിക്കും, ജോലിയെല്ലാം കിട്ടി അങ്ങനെ ഇരിക്കുന്ന ടൈമായിരിക്കും. ചില ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇപ്പോൾ കോളേജ് ടൈമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എക്സാമൊക്കെ വരും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള പിള്ളേർക്ക് എക്സാം വരും. നിങ്ങൾ പിന്നെ ഞാൻ വീഡിയോ ഇടുന്ന വേറെ കാര്യം കൊണ്ടാണ് ഞാൻ പറയാൻ മറന്നുപോയതാണ്. നിങ്ങൾ വേറെ വീഡിയോസും കാണാറുണ്ടല്ലോ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടത്തില്ല, ടൈം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ഇത് വീഡിയോ കണ്ടോണം. പിന്നെ അങ്ങനെ വീഡിയോ കാണും. പിന്നെ ആണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതേപോലെ വലിയ പിന്നെ കൈയുടെ കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സ്മോൾ സൈസ് വരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റിൽ കട ഏതാന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയാം. കാരണം ഇത് വണ്ടി അത് കൊടുത്ത് കണ്ടോ, SMALL സ്മോളും തന്നെയാണ്. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, ഇത്
എൻ്റെ മുട്ട് ഇവിടെയാണ് വരേണ്ടത്, പക്ഷെ ഇത് ഇത്രയും ഭാഗം ലൂസാണ്. പിന്നെ ഇത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇത് ഞങ്ങളുടെ ഒരു മെഡിക്കൽ റൂമിൽ ആൻറ്റി ഇങ്ങനെ സെറ്റാക്കി തന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഇങ്ങനെ നല്ല എനിക്ക് പറ്റുന്ന ഒരു സൈസിന്, പിള്ളേരുടെ സൈസിന് പറ്റിയ ഒരു ഇത് ഇങ്ങനെ നെയിമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളേ. നിങ്ങളിട്ടാലും ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. സല്യൂട്ട്.